ഹലോ, ഇന്നിപ്പോൾ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ പോലെ തന്നെ രാവിലെ എണീറ്റു ബെഡൊക്കെ ശരിയാക്കുകയാണ്. ഈ രണ്ട് പുതുപ്പ് വലിയ പുതുപ്പാണ്, ഞാൻ പല രീതിയിലാണ് മടുക്കുക, അപ്പോൾ അതൊരു കാര്യമാക്കണ്ട. ഇന്ന് സൺഡേ ആണ്. നമ്മൾ സ്റ്റുഡൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് സൺഡേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 9 മണി വരെ കിടന്നുറങ്ങിയിട്ടുണ്ട്. എടുക്ക് 10 മണി വരെ കിടന്നുറങ്ങും. 10 മണി വരെയാണ് മാക്സിമം. അതിൻ്റെ മുകളിലേക്ക് പോകാൻ നമ്മുടെ പോരാളി സമ്മതിക്കില്ല. അങ്ങനെ പറഞ്ഞ് പുതുപ്പൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ തലയാണിയാണ് റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. തലയാണി വലുതായിട്ടൊന്നും ഇത് റെഡിയാക്കാനൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് കൊട്ടിയിട്ട് അവിടെ ഇടാം, അത്രേ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാവും, അതൊരു കാര്യമാക്കണ്ട. കുട്ടിപ്പട്ടാളങ്ങളുള്ള വീട്ടിലൊക്കെ നടക്കുന്ന കാര്യം ഞാൻ നമുക്ക് പോയിട്ട് പല്ലത്തേക്കാം. അങ്ങനെ പിന്നെ ബെഡ്റൂമത്തെ എല്ലാ കാര്യവും ചെയ്ത് കഴിഞ്ഞു. ബെഡിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, പിന്നെ എൻ്റെ കാര്യം നോക്കണ്ട. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ബ്രഷ് ചെയ്യാണ്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി കുറച്ച് നേരം എഡിറ്റ് ചെയ്യാളൊക്കെ എഡിറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കാണാം. അങ്ങനെ പിന്നെ 1-2 വീഡിയോസ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ചായയൊക്കെ കുടിച്ചു. ചായക്ക് ഓട്ടപ്പും ചിക്കൻ കറിയാണ്. ഞാൻ ചിക്കൻ കൂട്ടാത്തതുകൊണ്ടാണ് അതിൽ ചിക്കൻ കാണാത്തത്. ദെൻ ഉമ്മച്ചി ഇന്ന് വീട്ടിൽ ഷവായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഉമ്മച്ചി ആദ്യമായിട്ടാണ് ഷവായ ഉണ്ടാക്കുന്നത്. അപ്പം ഉമ്മച്ചി മിക്സിൽ എന്തൊക്കെയോ ഇടുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ് കൊളാക്കണില്ല, നിങ്ങൾ മ്യൂസിക്കൊക്കെ കേട്ട് കുറച്ച് നേരം കണ്ടു. അങ്ങനെ ഉമ്മച്ചി മിക്സിയിൽ അടിച്ചെടുത്ത സാധനം ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ദെൻ കയ്യേറ്റ് നല്ലോണം കുഴച്ചിട്ട് മൂടി വെച്ചിട്ട് 2 മണിക്കൂർ ഫ്രിഡ്ജ് വെക്കണം. അതാണ് കയ്യേറ്റ് 2 എന്നൊക്കെ കാണിക്കണേ. ഒരു വെറൈറ്റിക്ക് വേണ്ടി ഫോണൊക്കെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കണ്ടു. അപ്പം ഗൈസ്, ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഞാൻ മാത്രമല്ല, എല്ലാവരും ഡ്രസ്സൊക്കെ മാറി. ഞങ്ങളിപ്പോൾ അണ്ടത്തോടെ അങ്ങാടിക്ക് പോവാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, അപ്പം അതിന് പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പം നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും പോകാൻ നിൽക്കുകയാണ്. മോളുടെ വിചാരം എന്താ, വേറെ എവിടേക്കെങ്കിലും വിരുന്ന് പോകണം. അവളവിടെ മാമി എന്നൊക്കെ പറയണം. മാമിയുടെ വീട്ടിലേക്ക് പോകാമെന്ന വിചാരം അവളെ. അങ്ങനെ ഞങ്ങൾ റോട്ടിലേക്ക് പോയിട്ട് അവിടെ ഓട്ടോറിക്ഷ കാത്തിക്കാണ്. ഇവിടെ എന്തിനാണ് കരയണമെന്ന് വെച്ചാൽ അവളെ എടുക്കാത്തതിനാണ്. ദെൻ ഒരു ഓട്ടോറിക്ഷനും കിട്ടി. ഇവിടെ അടുത്ത് തന്നെയാണ് അണ്ടത്തോട് അങ്ങാടി. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ പിന്നെ അത് ഓട്ടോറിക്ഷ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ സാധനം വാങ്ങിക്കാനും ഒരു കടയിൽ പോയി. അവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചു. പിന്നെ വീട്ടിലേക്ക് ബേക്കറി ഐറ്റംസ് വാങ്ങിക്കണം. ഞങ്ങൾക്കും കുറച്ച് മിഠായിയൊക്കെ വാങ്ങിക്കണം. അതിനായിട്ട് ബേക്കറി വന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. തൈര് അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഉമ്മച്ചി ഞങ്ങൾ 3 ആൾക്കാർക്കും മിഠായിയൊക്കെ വാങ്ങിച്ചു തന്നു. ഡയറി മിൽക്ക്, പിന്നെ ഒരു കേക്ക് പോലത്തത് ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാനവിടെ പോയവിടെ തന്നെ ആ കേക്ക് എടുത്ത് കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ബേക്കറി പോയപ്പോൾ ഈ ചപ്പാത്തിൻ്റെ പാക്കറ്റ് ഇട്ടല്ലോ, അത് 2 വാങ്ങിച്ചു. അങ്ങനെ പിന്നെ നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജ് ഇരുന്ന നമ്മുടെ ചിക്കൻ കുട്ടപ്പൻ അതിന് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ഉമ്മച്ചി കുക്കറിലേക്ക് വെച്ചു. അങ്ങനെ പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മസാല നമ്മുടെ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചെടുത്തു ഉമ്മച്ചി. കുക്കർ പിന്നെ ഗ്യാസ് അടുപ്പിൽ വെച്ചു. അങ്ങനെ പിന്നെ കുക്കറിൽ നിന്നായപ്പോൾ ഉമ്മച്ചി വേറൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മുടെ ഷവായ ശരിക്കും ആവാൻ പോകുന്നത്. അതിൽ ചിക്കൻ വെച്ച അവിടെ തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചൂടായിരുന്നു, വെളിച്ചെണ്ണ ഉണ്ടായിട്ട്. ആദ്യം പിന്നെ ഷവായ കുറച്ച് ഏകദേശം റെഡിയായി. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന മസാല അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ ഷവായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഷവായ റെഡി ആയിട്ടുണ്ട്. ആ മൂടി തുറക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയായിരുന്നു. പിന്നെ ഉമ്മച്ചി ഷവായ എടുത്തിട്ട് ഉമ്മച്ചി ഇപ്പോൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് തന്നിട്ട് ബാക്കി മസാല അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പ്ലേറ്റേക്ക് സെർവ് ചെയ്തതിന് ശേഷം കുറച്ച് ഡെക്കറേഷനൊക്കെ വേണമല്ലോ, അപ്പോൾ അതിനായിട്ട് ഉമ്മച്ചിയുടെ മല്ലിയില ഷവായൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷനായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്തു. അപ്പം തന്നെ നല്ല മൊഞ്ചുണ്ട് കാണാൻ. ഷവായൻ്റെ കൂടെ കൂട്ടിപ്പിടിക്കാൻ എന്തെങ്കിലും വേണമല്ലോ, അപ്പം ഉമ്മച്ചി അവിടെ ചപ്പാത്തി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ചപ്പാത്തിയും ഷവായും റെഡി ആയിട്ടുണ്ട്. സത്യം പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഷവായ. അപ്പോൾ അത് കഴിച്ചു. ഹലോ ഗൈസ്, അപ്പോൾ ഇപ്പോൾ രാത്രി 11 മണിയാവാൻ വെച്ചിട്ട് ഞാനിപ്പോഴും ഇരുന്ന് പഠിക്കാൻ. നാളെ എക്സാം ഉണ്ട്. ഈ മാർക്ക് ഞാൻ പ്രോഗ്രസ് കാർഡിൽ ചേർക്കുന്നതാണോ
ഇപ്പൊ കുത്തി ഇത് ബയോളജി വന്നാലെങ്കിലും വേറില്ല കണ്ടാ ഇതൊന്നും ഇപ്പൊ ഞാൻ വിചാരിച്ചു മാറി അവനനുസരിച്ച് ഇരുമ്പ് കുത്തിന്ന് പഠിക്കാൻ വിചാരിച്ചു ഞാൻ പോണ്ടാന്ന് വിചാരിക്കാൻ വേറെ എന്നിട്ട് സമ്മതിക്കുന്നു ഞാൻ ചോദിച്ച് സമ്മതിക്കും സാർ മുൻതായി പോകണം ഞാൻ ചെയ്താലേ പനിയൊക്കെ ആയിട്ട് വത്താം സോ ഞാൻ ഇനി കുറച്ച് ഇരുന്ന് പഠിക്കട്ടെ സങ്കടം ഇത്ര പഠിക്കാറുണ്ട് അത് വലിയ വലിയ ക്വസ്റ്റ്യൻ ആൻസറാണ് ഇനിയും എന്താ ഇത് ടെക്സ്റ്റൈലും എന്താ ഇനിയും തലയിലൊന്നും കയറുന്നില്ല സോ ഞാൻ വിചാരിക്കുക ആടിനെ പഠിക്കാമെന്ന് ഇനിയിപ്പോൾ എനിക്ക് ഇനി പഠിക്കാൻ പറ്റില്ല രാവിലെ എനിക്ക് പഠിക്കാം ഇന്ന് നേരെ വേപ്പിച്ച് പിന്നെയും രാവിലെ നിൽക്കാം ചിലപ്പോൾ 12 മണിയായിട്ട് പിന്നെയും നാളെ 4:45 പഠിക്കാനും സാരില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നേരത്തെ ഓടണം എന്നിട്ട് നാളെ നേരത്തെ നിൽക്കാം അതാണ് വിചാരിക്കുന്നത് സോ നമ്മുടെ ഇന്നത്തെ വകുപ്പുള്ളൂ നാളെ എന്താവും എനിക്കറിയില്ല സത്യം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വകുപ്പ് ഇത്രേ ഉള്ളൂ സോ എല്ലാവർക്കും ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് സോ ദാറ്റ്സ് ഫോർ ടുഡേ അപ്പം